ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാറിലുള്ള ഫോറസ്റ്റ് കൗണ്ടി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, മസ്റ്റാണ്, എന്തായാലും വേസ്റ്റ് ആവില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു 13 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ മൂന്നാറുള്ള ഫോറസ്റ്റ് കൗണ്ടി എന്നുള്ള റിസോർട്ടിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ. ഇതാണ് കേട്ടോ നമ്മുടെ എടുത്ത റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് 5500 അടി മുകളിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നയനമനോഹരമായ കാഴ്ചകൾ, ഇഷ്ടം പോലെ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു റിസോർട്ടിൽ നിന്ന് തന്നെ കാണാണ്ടോ. സൂര്യനൊക്കെ അങ്ങനെ പരപരത്ത് വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഒരു 8-8:30 കാണും ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പം. ഇവർക്ക് 4 ടൈപ്പിലുള്ള റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഡിലക്സ് ആണ്, പിന്നെ കോട്ടേജ്, പിന്നെ ഹെറിറ്റേജ്, പിന്നെ പറഞ്ഞത് ക്യാബിൻ. അങ്ങനെ 4 ടൈപ്പിലാണ് ഇവർക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഐ സ്വയർ നിങ്ങൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ മസ്റ്റായിട്ടും പിന്നെ നിങ്ങൾ മൂന്നാറെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു ഓപ്ഷൻ എടുക്കില്ല. അത്രയും സൂപ്പർ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. സോ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ്. വന്നവർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കാം കേട്ടോ. മൂന്നാർ ഫോറസ്റ്റ് കൗണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതാണ് അവരുടെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഈ ഒരു ജീപ്പിൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസോട് കൂടിയിട്ട്, അതായത് ഒരു 3 കിലോമീറ്റേഴ്സ് നമുക്ക് ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ റിസോർട്ടിലേക്ക് വരുന്നത്. യൂഷ്വലി ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഞങ്ങളത് ആ കാണുന്ന ആ റൂമിലാണ് താമസിക്കാറുള്ളത്. അത് എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. എക്സിക്യൂട്ടീവ്, ഡിലക്സ്, ക്യാബിൻ, അതുപോലെ തന്നെ ഹെറിറ്റേജ്, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് റൂംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്നിനും റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പോയിൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഇവരുടെ ഡൈനിങ് ഏരിയ ആണ്. ഫൈൻഡ് യുവർ സെൽഫ് ഇൻ നേച്ചർ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നേച്ചറായിട്ട് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ആവും. നമ്മുടെ ഇവരുടെ പരസ്യം പോലെ നമ്മളങ്ങ് ബ്ലെൻഡ് ആവും. കണ്ടോ, 5500 ഫീറ്റാണ് ഇവിടെ അപ്പറായിട്ട് നമ്മൾ നിൽക്കുന്നത്. അത് സ്കൈ വോക്കാണ് അവിടെ ഉള്ളത്. ഈ 2 ഹട്ട് പോലെ വെച്ചിട്ടില്ല, നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ ഒരു വ്യൂ നോക്കിക്കേ. നല്ല തണുപ്പായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു 4ാമത്തെ തവണയാണ് കേട്ടോ ഇവിടെ പോകുന്നത്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് റൂമാണ് ബുക്ക് ചെയ്തതെങ്കിലും അവർ നമുക്ക് ഡബിൾ ഡെക്കറുള്ള റൂമാണ് നമുക്ക് തന്നത് കേട്ടോ. റൂമും വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ. ഇത് ഈ ക്യാമറയിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയും കൂടിയല്ല, ഇതിലേ ഭംഗിയുണ്ട്. ഇതിനേക്കാട്ടിലും ഭംഗിയുണ്ട് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടോ. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു ഗാർഡനും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യത്തെ തവണ പോയതിനേലും ഒരുപാട് മാറ്റങ്ങൾ അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇതൊരു സ്കൈ വോക്കാണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഗ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അതായത് മാറ്റാണത്, അത് കൊടുത്തിട്ട് അവരിതാ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈം 2-3 പേർക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ, ഒരു വ്യൂ കണ്ടോ, നിങ്ങൾ എവിടെ പോയാൽ കിട്ടും ഇങ്ങനെ ഒരു വ്യൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല കേട്ടോ. അതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. അത് കറക്റ്റ് ഇങ്ങോട്ടേക്കായിരിക്കും. പിന്നെ ഞങ്ങൾ ഒരു തവണ വന്നപ്പോൾ താമസിച്ചത് അത് അവിടെയുള്ള ആ കോട്ടേജിലാണ് കേട്ടോ. അവിടുത്തെ വ്യൂ ഇവിടെയാണ് ഈ ഒരു കോട്ടേജ് ഇപ്പോൾ എടുത്ത ഈ എക്സിക്യൂട്ടീവ് ആൻഡ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ക്യാബിൻ ഡബിൾ ഡെക്ക് റൂമിലാണ് കുറച്ചും കൂടെ വ്യൂ ഉള്ളത്. അപ്പുറത്തെ സൈഡിലുള്ളതിൽ കുറച്ച് വ്യൂ കുറവാണ്. അപ്പോൾ വരുമ്പം എല്ലാവരും ഒന്നെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഡബിൾ ഡെക്ക് റൂം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമുക്കിതാ ഇവിടെ ഇരുന്ന് സൊറ പറയാനൊക്കെ ഇഷ്ടംപോലെ പ്ലേസസ് അവിടെ ഇങ്ങനെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വരാം. കുട്ടികളെ കൊണ്ടുവരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും അടി മേളിലാണ് നിൽക്കുന്നത്. അവർ അത്യാവശ്യത്തിനുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി നമ്മൾ നോക്കുന്ന പോലെ വേറെ ആരും നോക്കില്ല. സോ അവരുടെ കൈ പിടിച്ചിട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ കുട്ടികളുള്ളവർ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം. ബാച്ചിലേഴ്സിനും അതുപോലെ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഫെബ്രുവരിയിലാണ് ഇപ്പോൾ ഇത് പോയിട്ടുള്ളത്. റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഹെവി തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 13 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ തണവ് വരുന്നത്. അത് പുലർച്ചെ ആയപ്പോഴത്തേനും ചേട്ടൻ പറയണ്ടായിരുന്നു 5 ഡിഗ്രിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ ഞാനും മാമിയും കൂടിയിട്ട് രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിയേക്കായിരുന്നു. നമ്മുടെ വൈബും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ്ടേ.
അപ്പോൾ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മോളും കൂടി ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു, വീഡിയോയിൽ വോയിസ് ഇടാനായിട്ട് വരുമ്പോഴത്തേനും അവൾ എന്തെങ്കിലും ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്കോ വന്നിട്ട് അതങ്ങ് നശിപ്പിക്കും. അപ്പോൾ അവൾ പറയാം, അമ്മ എന്തായാലും വോയിസ് അല്ലേ കൊടുക്കുന്നത്, അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കത്തിയടിച്ച് ഇവിടെ ഇതാണ് കേട്ടോ വേറെ ഒരു റൂം വരണത്. ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെ, വീഡിയോ അല്ല ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ പിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും നിങ്ങൾക്കൊന്ന് കാണാമല്ലോ എങ്ങനെയാണ് ആ റൂമും കാര്യങ്ങളും വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എടുക്കുന്നതിനേക്കാളും നല്ലത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഡബിൾ ഡെറ്റ് ക്യാബിനിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇവർക്ക് തന്നെ ഒരു 7:30 ഒരു ഓഫ് റോഡ് റൈഡ് ഉണ്ട്. അതും നമുക്ക് ഈ ഒരു പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അതൊരു 7:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കുട്ടികളുള്ള കാരണം നമ്മൾ ഓഫ് റോഡ് പോയിട്ടില്ല കേട്ടോ. കണ്ടോ, ഒരു കാടിനുള്ളിലാണ് എക്സാക്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അവർ പണിതെടുത്തിരിക്കുന്നത്. ഈ ഓഫ് റോഡും കൂടി കഴിയുമ്പം ഭയങ്കരമാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് പോവുക. പിന്നെ അവർക്ക് തന്നെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ ഈ ടേബിൾ ടെന്നീസ് അറിയാത്ത ഞാനും എൻ്റെ മോളും കൂടി കാണിക്കുന്ന പട്ടി ഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഈ കളിക്കുന്ന ഈ ക്യാരംസ് കളി അറിയാമെന്ന്. ക്യാരംസ് ചെറുതായിട്ടൊക്കെ അറിയാം, ഒത്തിരി ഒന്നും അറിയത്തില്ല, എന്നിരുന്നാലും ചെറുതായിട്ടൊക്കെ അറിയാം. എനിക്കറിയാം, അവൾക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയും കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾക്കൊക്കെ കടക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ പാക്കേജ് വരുന്നത് പെർ ഹെഡാണ് നമുക്കിതിൻ്റെ പാക്കേജ് റേറ്റ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഡിന്നറും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരിക്കും. നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും താഴെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 5500 അടി നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് കയറി വരുന്നത്. അപ്പോൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങി പിന്നെ എന്തെങ്കിലും വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ടാസ്ക് ആയിരിക്കും കേട്ടോ. എൻ്റെ കെട്ടിയവനെ ഈ എക്സിക്യൂട്ടീവ് റൂമാണ് കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ടത്. പക്ഷെ നമ്മൾ 4 പേരായിട്ട്, അതായത് ഞാനും ഹസ്ബൻഡും 2 പിള്ളേരും കൂടി പോയപ്പോൾ നമുക്ക് ഈ ഡബിൾ ഡെറ്റ് റൂം തന്നത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ 4ാമത്തെ തവണ ആയതുകൊണ്ട് അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ് കേട്ടോ. പേയബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും മേ ബി എൻ്റെ ഫസ്റ്റ് ഒരു പ്രമോഷൻ വീഡിയോ ആയിരിക്കും ഇത്. പക്ഷേ ഇത് പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ച വീഡിയോ അല്ല. എന്നിരുന്നാലും എക്സിക്യൂട്ടീവ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് അവർ ഈ ഡബിൾ ഡെറ്റ് തന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് നമ്മുടെ ബെഡിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ നട്ടപ്പൊരി വെയിലത്ത് നിന്നിട്ട് ഈ ചേട്ടൻ ഇത് നനച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ നനയ്ക്കണ്ടേ അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ റൂമിലേക്ക് എത്തിയതിന് ശേഷം ഞാനും എൻ്റെ കെട്ടിയവനും പിള്ളേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്ന പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫോണില്ലാണ്ട് എൻ്റെ കെട്ടിയവന് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളില്ലാണ്ട് പിന്നെയും ജീവിക്കാൻ തോന്നുന്നു, പക്ഷെ ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ 2 പേരും അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുമായിരുന്നു. അപ്പോൾ അപ്പോഴൂന് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണമെന്നുണ്ട് എന്നാൽ പേടിയുണ്ട് താനും. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു ചാടിക്കുമോ എന്ന് പറഞ്ഞു. വിശ്വാസം അതല്ലേ എല്ലാം, അല്ലേ. മൂന്നാർ പോയിട്ട് എൻ്റെ സൗണ്ട് പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഈ വീഡിയോന് അകത്ത് എൻ്റെ വോയിസ് കുറച്ച് ഒരു കരകരയായിട്ട് നിങ്ങൾക്ക് തോന്നും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത് പൂരി മസാല, അതുപോലെ ബ്രെഡ് ഓംലേറ്റ്, പിന്നെ വന്നിട്ട് എന്തായിരുന്നു എൻ്റെ പേര്, ഊത്തപ്പം, സാമ്പാർ, ചട്നി, അതൊക്കെയായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. ഒരു മുട്ടത്തോട് പൊളിക്കുന്നതിനാണോ ഞാൻ ഈ എക്സ്പ്രഷൻ ഇട്ട് മേടിക്കുന്നതെന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തപ്പോഴാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. പിന്നെ എൻ്റെ കെട്ടിയവന് ഉണ്ണിമുകുന്ദന് ചായ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ. പിന്നെ അപ്പോൾ പോയിട്ട് അവനുള്ള കോഫി അവൻ തന്നെ എടുത്തിട്ട് വന്നു. അപ്പോൾ അവൻ തന്നെ അതിൻ്റെ ഷുഗറൊക്കെ പൊട്ടിച്ച് അവൻ തന്നെ ഇടുകയാണ്. ഞാൻ പിന്നെ മാക്സിമം ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ചെറുതിലേ തന്നെ അവർക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ, അത് തന്നെയാണ് നല്ലത്. അപ്പോൾ എൻ്റെ ഏറ്റവും ചെറിയ കുട്ടിയായി എൻ്റെ കെട്ടിയവൻ മുട്ട പൊട്ടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ എഗ്ഗ് ബോയിൽ ചെയ്ത എഗ്ഗാണ് കേട്ടോ. അപ്പോൾ ഈ എഗ്ഗ് പൊട്ടിച്ച് ഞാൻ എല്ലാവർക്കും വെച്ചു. ആമി അപ്പുറത്തെ ടേബിളിലാണ് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഈ എഗ്ഗ് പൊളിക്കുന്ന ഈ ഒരു ടൈമിൽ അപ്പുടു ഇവിടെ കോഫി പോയ പഞ്ചസാരയൊക്കെ നിലത്തുനിന്ന് പറക്കി തിന്നുന്നുണ്ട്. കോഫി സ്പൂൺ വെച്ചിട്ട് ആൾ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കോഫി അവൻ കുടിച്ചൊന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാനായിട്ട് നേരമായി. അപ്പോൾ ഞാൻ എഗ് വൈറ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ, യെല്ലോ കൊടുക്കാറില്ല. അപ്പോൾ അപ്പൻ ഇങ്ങനെ എഗ്ഗ് ഫുള്ളായിട്ട് വായിലിടുന്ന കണ്ടിട്ട് അവനും അതുപോലെ തന്നെ ചെയ്യായിരുന്നു. പിന്നെ അപ്പൻ്റെയും മോളുടെയും ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോണ്ട് തന്നെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മോന് കുശും വിളകി. അപ്പോൾ അവൻ എൻ്റെ സെറ്റാണെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നതായിരുന്നു. അങ്ങനെ അപ്പനെയും മോളെയും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവനും അമ്മ അപ്പയും അമ്മയും സെറ്റ്, ഞാനും അമ്മയും സെറ്റ് എന്ന്, അതാണ് കേട്ടോ അവൻ പറയുന്നത്.
അപ്പോൾ സെറ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ്. ഇതാണ് കേട്ടോ അവരുടെ ഡൈനേരിയ വരുന്നത്. ഡൈനേരിയ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേനും അപ്പനും മോനും വീണ്ടും അവരുടെ വക ഒരു പട്ടി ഷോ. 2 പേർക്ക് ഈ പറയുന്ന കണക്ക് ഇത് കളിക്കാനായിട്ട് അറിയത്തില്ല. മോനും പിന്നെ ഒബ്വിയസ് അറിയത്തില്ല. ചേട്ടന് കുറച്ച് അറിയാമെന്ന് തോന്നുന്നു, എനിക്കത്ര കൺഫേം അല്ല, കുറച്ച് അറിയാമെന്ന് തോന്നുന്നു. അവരങ്ങനെ അത് കളിച്ചു. പിന്നെ അപ്പുടു എന്ന് പറയുന്നത് അവന് കുറച്ച് OCD പ്രശ്നമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. OCD ഒരു പ്രശ്നമല്ല, എന്നിരുന്നാൽ കൂടിയിട്ടും കുറച്ച് പ്രശ്നമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ മേ ബി അതവിടെ ഇട്ടിട്ട് പോരും. പക്ഷേ ഇവന് അത് എടുത്ത സാധനം എടുത്തു കൊടുത്ത് വെക്കണം. പ്രത്യേകിച്ച് അവൻ്റെ സാധനങ്ങൾ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇടി ഉറപ്പാണ്. അപ്പം എനിക്ക് തോന്നുന്നു OCD മേ ബി ഉണ്ടായിരിക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പിന്നെ അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാറില്ല. അപ്പോൾ അവൻ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ രാത്രിയിലാണ് കേട്ടോ ആക്ച്വലി ശിവരാത്രിയുടെ അന്ന് തലേദിവസം രാത്രി പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയ ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മളൊരു 5 മണിക്കൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 10 മണിക്ക് മുമ്പ് അവിടെ എത്തണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ട് ആണ് വണ്ടി എടുത്തത്. പക്ഷേ എന്താണെന്ന് അറിയില്ല, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ ഗൂഗിൾ അമ്മച്ചി കാരണം എനിക്ക് ചീത്ത കേൾക്കാത്തൊരൊറ്റ ട്രിപ്പ് ഉണ്ടാവാറില്ല. എങ്ങനെ ഞാൻ മാപ്പ് ഇട്ടാലും അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ കിലോമീറ്റർ മാറും അല്ലെങ്കിൽ ടൈം മാറും. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ഇതിപ്പോൾ ഞാൻ ടൈം സ്ലാപ്പിൽ ഇട്ടേക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് നല്ല കുത്തനെ കയറ്റവും കുത്തനെ ഇറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആക്ച്വലി ഹെവി അഡ്വഞ്ചറാണ് കേട്ടോ ഇതും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് 4ാമത്തെ തവണ ആയതുകൊണ്ടും നമുക്ക് ഇതങ്ങനെ അത്ര പേടിയില്ല. പക്ഷേ ഇത്രയും ഇരുട്ടായിട്ട് നമ്മൾ കയറുന്നത് ആദ്യമായിട്ടായിരുന്നു. എങ്ങനെയുണ്ട് അപ്പുടു എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ അവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ടീം ഉണ്ടായിരുന്നു, അവരുടെ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം വന്നിട്ട്. കണ്ടോ, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയ റൂമാണ്. ബാത്റൂം നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഒരു ബെഡാണ്. കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ലെറ്റുള്ള റൂം ആയതുകൊണ്ട് തന്നെ ഒരു അപ്പർ ബെഡും സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ വരണത്. ഈ വ്യൂ ആണ് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ 2 ചെയറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. നമുക്ക് 2 സ്മോളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ വരണത് കേട്ടോ. അടിപൊളി റിസോർട്ടും കാര്യങ്ങളുമാണ്. ഞാനിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനായിട്ട് മറക്കണ്ട. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.